പാസ്റ്റർ എം.ടി. തോമസ് നിത്യതയിൽ പ്രവേശിച്ചു. താഴ്മയും വിനയവും അതിലപ്പുറം കനശാലിത്വവും നിറഞ്ഞതായിരുന്നു പാസ്റ്റർ എം.ടി. തോമസിൻ്റെ ജീവിതം. ചെന്നൈ ഇരുമ്പല്ലിയൂർ സഭാ ആസ്ഥാനത്ത് 2026 മെയ് 8 വെള്ളിയാഴ്ച രാത്രി 9:30 അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടത്. വേർപാടിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതത്തിനുടമയായിരുന്നു പാസ്റ്റർ എം.ടി. തോമസ്. അദ്ദേഹം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുന്ന ലളിതമായ വചന സന്ദേശം കേൾവിക്കാരുടെ ഉള്ളിലേക്ക് ശക്തിയായി എത്തുമ്പോൾ ഏത് കഠിനഹൃദയനും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. നിരണം, മേൽപ്പാടം, പ്ലാന്തറ, തോട്ടുമാലിൽ കുടുംബാംഗവും തൃശ്ശൂർ ആൽപ്പാറ തോട്ടുമാലിൽ പരേതനായ തോമസ് വർഗീസ് മറിയാമ്മ ദമ്പതികളുടെ മകനുമായിരുന്നു. സംസ്കാരം 2026 മെയ് 13 ബുധൻ രാവിലെ 10 ചെന്നൈ ഇരുമ്പല്ലിയൂർ സഭാ ആസ്ഥാനത്തെ ശുശ്രൂഷകൾക്ക് ശേഷം സഭാ സെമിത്തേരിയിൽ നടത്തപ്പെടുന്നതാണ്. എം.ടി. അപ്പച്ചൻ എന്നറിയപ്പെടുന്ന പാസ്റ്റർ എം.ടി. തോമസ് 1973 മുതൽ TPM ശുശ്രൂഷയിലായിരുന്നു. 53 വർഷങ്ങൾ കേരളത്തിലെ വിവിധ സെൻറ്ററുകളിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും മലേഷ്യയിലും സഭയുടെ ശുശ്രൂഷകനായിരുന്നു. 2018 മുതൽ TPM ഡെപ്യൂട്ടി ചീഫ് പാസ്റ്ററായി പ്രവർത്തിച്ചു വരുന്നു. TPM വഡോദര സെൻട്രൽ അസിസ്റ്റൻ്റ് പാസ്റ്ററായ പാസ്റ്റർ M.T. ജോർജ് സഹോദരനാണ്. കോയമ്പത്തൂരിൽ സഭയുടെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഒരാൾ പാസ്റ്റർ M.T. തോമസിനെ ആക്രമിച്ചിരുന്നു. തലയ്ക്കു പരിക്കേറ്റുവെങ്കിലും ശാരീരികമായി വലിയ പ്രശ്നങ്ങളില്ലാതെ അദ്ദേഹം അന്ന് സുഖം പ്രാപിച്ചിരുന്നു. പാസ്റ്റർ M.T. തോമസിൻ്റെ ഒരു സ്വഭാവ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. TPMലെ ഒട്ടുമിക്ക സുവിശേഷകരുടെ പേരും അവരുടെ പശ്ചാത്തലവും അദ്ദേഹം ഞൊടി നേരത്തിനുള്ളിൽ ഓർത്തെടുക്കും എന്നതാണ്. മലയാളം അറിയാമായിരുന്നിട്ടും അദ്ദേഹം തമിഴ് സഹോദരങ്ങളോട് ഐക്യപ്പെട്ട് തമിഴ് കലർന്ന മലയാളമായിരുന്നു സംസാരിച്ചിരുന്നത്. പാസ്റ്റർ M.T. തോമസിൻ്റെ പ്രസംഗങ്ങളെല്ലാം വചനപാണ്ഡിത്യം നിറഞ്ഞതായിരുന്നു. ദൈവത്തോടും സഭയോടും അചഞ്ചലമായ വിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു പാസ്റ്റർ M.T. തോമസ്. இடத்துக்கு சிலர்கள் போவார்கள், இவரோடு சேர்ந்து பல இடங்களுக்கு போவார்கள், அருவருப்பான காரியங்களை செய்வார்கள். பிரதர் எங்க போனீங்க? கூட்டத்துக்கு வரவில்லையே. எங்க போனீங்க? ஐயோ பாஸ்டர் நான் எங்கும் போகவில்லை. அது வரைக்கும் தான் போனேன். கேயாசி சொன்னது போல கேயாசி நீ எங்க போனா? நான் இங்க தான் இருந்தேன். நீ அந்த நாகமான பின்னால போகும் போதும் அவனிடத்திலிருந்து பொருட்கள் வாங்கும் போதும் அந்த பொருட்களை கொண்டு வந்து வீட்டுக்குள்ள ஒளித்து வைத்த போதும் என்னுடைய உன்னோடு இருக்கவில்லையா? तिमी नामानको पछि लाग्दा नामानबाट सामान लिएर आफ्नो घरमा राखिएको बेला के मेरो आत्मा तिम्रो पछि लागेन र? கேயாசி ஒரு மாயமால ஜீவியம் செய்தான். கேயாசி एउटा कपटी जीवन बितायो. நாகமானுடைய குஷ்டம் உனக்கும் உன்னுடைய பிள்ளைகளுக்கும் தலைமுறை வரை உண்டாவதாக. यसकारण नामानको कुष्ठ रोग चाहिँ तिमीलाई र तिम्रो छोरा छोरीहरूलाई மாயமால ஜீவியம் நாம் செய்வோமானால் நாம் சபிக்கப்பட்டவராக மாட்டோம். हामी कपटी जीवन बिताए पनि श्रापित हुनेछौँ. அத சில குடும்பங்களில் ஒரு முன்னேற்றம் இல்லை. यसकारण कुनै परिवारमा प्रगति छैन. சில பிள்ளைகளுடைய படிப்பில் முன்னேற்றம் இல்லை. कुनै बच्चाहरूको पढाइमा प्रगति छैन. சிலரோட வேலையில் முன்னேற்றம் இல்லை. कुनै